MS സൊല്യൂഷൻസ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 അധ്യാപകരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. അധ്യാപകരായ ഫഹദ്, ജിഷ്ണു എന്നിവരെയാണ് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. വിവരങ്ങളുമായി ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, ഈ പോലീസ് കസ്റ്റഡിയിൽ ഈ 2 അധ്യാപകരെ വിട്ടിരിക്കുകയാണ്. ഇനി എന്തെല്ലാം കാര്യങ്ങളിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തത വരാനുള്ളത്? ഈ മാസം 5-ാം തീയതിയായിരുന്നു 2 അധ്യാപകരെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. ജിഷ്ണു, ഫഹദ് എന്നിവരായിരുന്നു. ഇരുവരും ഏറെ നാളായി ഒളിവിൽ കഴിയുകയായിരുന്നു. ഒളിവിൽ കഴിയുകയാണ് ഇവർ കസ്റ്റഡിയെടുത്തത്. പിന്നീട് കോടതി റിമാൻഡ് ചെയ്തു. ഇവരെ കസ്റ്റഡി കിട്ടാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷയിന്മേലാണ് ഇപ്പോൾ 5 ദിവസത്തേക്ക് പോലീസ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവരെ MS സൊല്യൂഷന്റെ സ്ഥാപനത്തിന്റെ ആസ്ഥാനത്ത് ഉൾപ്പെടെ എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടത്തുമെന്നാണ് പോലീസിൽ നിന്ന് ക്രൈംബ്രാഞ്ചിൽ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം ഇവർ ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഈ CEO, MS സൊല്യൂഷന്റെ CEO ആയിട്ടുള്ള ഷുഹൈബ് പറഞ്ഞത് പ്രകാരം ഷുഹൈബ് പറഞ്ഞു കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾ ഓൺലൈനിൽ അവതരിപ്പിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്തത് എന്നായിരുന്നു പിടിയിലായ സമയത്ത് ഇവർ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഇവരുടെ മൊഴി അന്ന് ക്രൈംബ്രാഞ്ച് വിശ്വാസത്തിലെടുത്തിരുന്നില്ല. അതിനാൽ തന്നെയാണ് ഇവരെ കസ്റ്റഡിയിൽ കിട്ടാനും ചോദ്യം ചെയ്യാനുമായിട്ട് കൂടുതൽ നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് കടന്നത്. ഈ അധ്യാപകർക്ക് ഉൾപ്പെടെ പങ്കുണ്ട് എന്ന് ക്രൈംബ്രാഞ്ച് പ്രാഥമികമായി നിരീക്ഷിക്കുന്നു അല്ലെങ്കിൽ വിലയിരുത്തുന്നു എന്നാണ് നമുക്ക് ആ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിനാൽ തന്നെ ഇവരുടെ വീടുകളിൽ ഉൾപ്പെടെ എത്തിച്ച് ഇവരെ തെളിവെടുപ്പ് നടത്തേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഡിജിറ്റൽ ഉപകരണങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്കായിട്ട് കൈമാറിയിട്ടാണ് ഉള്ളത്. അതിനാൽ തന്നെ മറ്റ് അധ്യാപകരുമായിട്ട് കണക്ട് ചെയ്യുന്ന മറ്റെന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നാണ് ക്രൈംബ്രാഞ്ച് സംഘം അറിയിച്ചുള്ളത്. അതിനാലാണ് ഇത്രയും നീണ്ട ഒരു ദിവസത്തെ കസ്റ്റഡി അപേക്ഷ നൽകുകയും അത് കോടതി അനുവദിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. സംസ്ഥാന തലത്തിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് ആകെ നാണക്കേടായ ഒരു സംഭവമായിരുന്നു. ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ കുറ്റക്കാരൻ ആരും രക്ഷപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതേസമയത്ത് കേസിൽ 1-ാം പ്രതിയായിട്ടുള്ള ഷുഹൈബ് ഇപ്പോൾ ഒളിവിൽ തുടരുകയാണ്. കേസിൽ ഒരു തുമ്പുണ്ടാക്കാനോ അല്ലെങ്കിൽ അധികമൊന്നും മുന്നോട്ടേക്ക് പോകാനോ ഒന്നും അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഒരു അഭിമാന പ്രശ്നമായിട്ട് സംസ്ഥാന സർക്കാർ ഈ കേസ്. അതായത് ഗോകുൽ, ഈ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഒരു മെല്ലെപ്പോക്ക് വളരെ കൃത്യമായി നമുക്ക് പ്രകടമാണ്. ഇത്ര സമർത്ഥരായ പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിൽ ഉണ്ടായിട്ടും കേരള പോലീസ് എന്തൊക്കെ പറഞ്ഞാലും ചില മികവുകൾ, വളരെ കൃത്യമായ മികവുകൾ പുലർത്തുന്ന ഒരു സേന തന്നെയാണ്. അവർക്ക് ഇത്രയും നാളായിട്ടും ഈ മുഖ്യ സൂത്രധാരനെ, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആളെ ഇതുവരെ കണ്ടെത്താൻ പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ കൃത്യമായ രാഷ്ട്രീയ സംരക്ഷണം ഉൾപ്പെടെ ഈ പ്രതികൾക്ക് ലഭിക്കുകയല്ലേ? ഒരു സംശയം ഉയർന്നു വരുന്നുണ്ട്. കാരണം ഇതിന്റെ സോഴ്സ് എവിടെയാണ്, ഉറവിടം എന്നതിനെ സംബന്ധിച്ച ചോദ്യമാണ് പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ച് സംഘം ഈ ഷുഹൈബിനും മറ്റു 2 അധ്യാപകർക്കുമെതിരെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ച സമയത്ത് കോടതി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പല്ലേ ഇതിന്റെ കസ്റ്റോഡിയൻ, ചോദ്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് വിദ്യാഭ്യാസ വകുപ്പല്ലേ, വിദ്യാഭ്യാസ വകുപ്പിന് എന്താണ് പ്രതി ചേർക്കാത്തത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന് വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന വിലയിരുത്തൽ ആദ്യഘട്ടത്തിൽ തന്നെ ഈ കോടതി നിരീക്ഷണം നടത്തിയിരുന്നു, അല്ലെങ്കിൽ കോടതി അത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഈ ചോദ്യപേപ്പർ ചോർച്ചയുടെ സോഴ്സ് ഏതാണ്, ഷുഹൈബിനെ കണക്ട് ചെയ്യുന്ന കണ്ണി ഏതാണ് എന്നതിലേക്ക് എത്താൻ വേണ്ടി അന്വേഷണ സംഘത്തിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ഷുഹൈബിനെ ചോദ്യം ചെയ്യാൻ സാധിക്കുന്നില്ല. ഷുഹൈബിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഉത്തരവുണ്ട്. അത് കഴിഞ്ഞ തവണയായിരുന്നു കോടതി അത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിപ്പിച്ചിരുന്നത്. അതായത് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ആ പരിഗണിക്കുന്ന ദിവസം വരെ ഷുഹൈബിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്. പക്ഷേ ഈ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായ ആദ്യ ഘട്ടങ്ങളിലൊക്കെ വളരെ മെല്ലപ്പോക്കെ നമുക്ക് കൃത്യമായി മനസ്സിലാക്കിയതായിരുന്നു. കാരണം ഇത്തരത്തിലൊരു ആരോപണം വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് കുറ്റക്കാർക്കെതിരെ കർശന നടപടി എടുക്കും എന്ന് പറഞ്ഞതിന് ശേഷവും ഷുഹൈബിന്റെ സംഘവും MS സൊല്യൂഷനിൽ നിന്ന് മറ്റൊരു കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പർ കുട്ടികൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ഷുഹൈബിനെതിരെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയത്. അതോടെയാണ് ഷുഹൈബ് ഒളിവിൽ പോയത്. അതായത് ഈ ആരോപണം ഉയർന്നു വന്നതിന് ശേഷം വിദ്യാഭ്യാസ മന്ത്രി കുറ്റക്കാർ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഷുഹൈബ് പൊതുമധ്യത്തിലുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഈ MS സൊല്യൂഷന്റെ യൂട്യൂബ് ചാനൽ വഴി ചോദ്യങ്ങൾ അവതരിപ്പിക്കുകയും കുട്ടികളുടെ സംശയ നിവാരണം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഘട്ടത്തിലൊന്നും ഷുഹൈബിനെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ പിടികൂടാനോ ഒന്നും അന്വേഷണ സംഘം തയ്യാറായിരുന്നില്ല. അന്ന് ലോക്കൽ പോലീസായിരുന്നു കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ പിൻബലത്തിന്റെ അടിസ്ഥാനത്തിലാണോ, അല്ലെങ്കിൽ അധ്യാപക സംഘടനകളുടെ സ്വാധീനം അല്ലെങ്കിൽ അവരുടെ പങ്കാളിത്തം ഇതിൽ എത്രത്തോളം ഉണ്ട് എന്ന സംശയങ്ങളൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്ന പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. എന്തായാലും 5 ദിവസമാണ് ഇപ്പോൾ 2 അധ്യാപകരെ കസ്റ്റഡിയിൽ കിട്ടിയിട്ടുള്ളത്. അത് കേസിൽ ഒരു തുമ്പുണ്ടാക്കുമെന്ന പ്രതീക്ഷ ക്രൈംബ്രാഞ്ച് സംഘത്തിനുണ്ട്. നിലവിൽ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ഫഹദ്, ജിഷ്ണു എന്നീ 2 അധ്യാപകരെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. വിവരങ്ങളാണ് ഗോകുൽ പങ്കുവച്ചത്.